സന്തോഷമാർഗം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡ് വരുവാനായിട്ട് ദൈവം അവസരം തന്നു. അതോർത്ത് ദൈവം നന്ദി പറയുകയാണ്. പലപ്പോഴും ദൈവാനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുകയും ചില വിഷയങ്ങൾ ബന്ധത്തിൽ വിടുതലുകൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ട് അത് ലഭിക്കാതെ പോകുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. എന്താണ് കാരണം? ദൈവം ഇടപെടാത്തത് എന്നുകൂടാൻ ചോദിച്ചാൽ, നാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ളതായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുവാനായിട്ട്, ആരുമായിട്ട് ദൈവമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഒരു അത്യാപത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്നേഹിതർ ഓടി വരും. ശത്രുക്കൾ ഒരു പക്ഷെ ഓടി വന്നൊന്നും വരികയില്ല. എന്താ? ആ ബന്ധം സ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്കോ അവർക്ക് കഴിയാത്തതിൻ്റെ പേരിൽ അത് നമ്മുടെ ശത്രുക്കളായി തീർന്നിരിക്കുക. ദൈവം കൃപയുള്ളവനാണ്, ദൈവം കരുണയുള്ളവനാണ്, ഇത് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മയും ദൈവത്തെ തമ്മിൽ അകറ്റുന്നതായ ഒരു വസ്തുതയുണ്ട്. അത് പാപമെന്നാണ് പറയുന്നത്. എന്താ പാപം? ദൈവത്തിലുള്ള അനുസരണക്കേട്. ഈ ആദ്യ മനുഷ്യൻ പാപം ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആ പാപം ദൈവത്തിലുള്ള അനുസരണക്കേടായിരുന്നു. അപ്പോൾ അനുസരണക്കേടിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിങ്ങനെ ഇതിന് അകന്നു മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു മാറാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും ദൈവം അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്യും, അങ്ങനെ രക്ഷിക്കുകയും ചെയ്യും, വിടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് പ്രശ്നത്തിലാണ് നീ അകപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിൽ നിനക്കൊരു ഒരു വിടുതൽ ആവശ്യം വരുന്നത്, സന്തോഷം ആവശ്യം വരുന്നത്, ആ വിഷയ ദിവസം ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവത്തോട് അതിനുവേണ്ടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നീയും ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും കൂടെ പരമപ്രധാനമായൊരു കാര്യമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ അനുസരിച്ചും ജീവിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അനുനിമിഷവും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നുണ്ടോ, ഇനിയും ദൈവത്തെ അനുസരിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ശാന്തമായി ചിന്തിച്ച് ആ തലങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ക്രമീകരണം വരുത്തി ജീവിക്കാനായിട്ട് ഇത് നിങ്ങൾ സഹായിക്കട്ടെ. അതിനുവേണ്ടിയും കൂടെ ഈ പ്രഭാഷണം ഒരു കാരണമതിൽ തന്നെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചവരായി, ദൈവത്താൽ ഉയർച്ച പ്രാപിച്ചവരായി, ദൈവിക നന്മകൾ പ്രാപിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കാം, തീരുമാനങ്ങളെടുക്കാം. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.